എന്തോ ഒരു കളിയുണ്ടല്ലോ. അല്ലെങ്കിൽ രമാദേവിയുടെ സ്വഭാവം അത്ര പെട്ടെന്ന് മാറുമോ? ഇതെന്തോ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കളിയാ. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ഞാനല്ല മാഡം. മാഡത്തിന് വിഷം കലർത്തി തന്നത് ഞാനല്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല. എന്റെ ഗുരുവായൂരപ്പനാണ് ഞാൻ കൊണ്ടുവന്ന ജ്യൂസില് എങ്ങനെ വിഷം കലർന്നോന്ന് എനിക്കറിയില്ല. ചിന്നു പറയുന്നത് സത്യമാണ്. ചിന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളെ സംശയിക്കരുത്. എനിക്കറിയാം ഇത് ചെയ്തത് ഇവളല്ല എന്ന്. മാഡം, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. ഞാൻ ഒറ്റയ്ക്കും അവിടെ നിന്ന് ഇരിക്കട്ടെ. ചിന്നു, എണീക്ക്. നമുക്ക് റൂമിലേക്ക് പോകാം. കുറച്ച് കഴിഞ്ഞ്. ഇപ്പൊ ഞാൻ അവിടെ നിന്നിരിക്കട്ടെ. ചിന്നു, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ചൂടുള്ളത് എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം. ഞാനിപ്പോ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. സാറിന്റെ അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? വിഷം കൊടുത്ത് ഈ അവസ്ഥയിലാക്കി അവളോട് തന്നെ വീണ്ടും ചുടുവെള്ളം ആവശ്യപ്പെട്ടിരിക്കുന്നു. അതെ, അമ്മയുടെ രീതി ഇങ്ങനെയൊക്കെയാ. ഷീ ഈസ് സോ അൺപ്രെഡിക്റ്റബിൾ. ആശുപത്രിയിൽ നിന്ന് വന്നപ്പോഴേ നിങ്ങളുടെ പുന്നാര കുഞ്ഞോള് ആകെ മാറിപ്പോയി. സത്യം, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോ ഉണ്ടായിരുന്ന രമാമായി അല്ല ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. അമ്മായിയുടെ വീറും വാശിയൊക്കെ ചോർന്നുപോയി. പഴയ രമാദേവിയുടെ നിഴല് മാത്രം ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. എന്തൊക്കെയോ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. അവളെ ഇവിടെ ഇങ്ങനെ നടക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അതെ, ഒരാള് തന്നെ ദ്രോഹിച്ചെന്നു തോന്നലുണ്ടായാൽ തന്നെ അയാളെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയുന്ന ആളാ രമേച്ചി. ഇപ്പം വിഷം ചേർത്ത് ജ്യൂസ് നൽകി തന്നെ കൊല്ലാൻ ശ്രമിച്ച ചിന്നുവിനെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടിരിക്കുന്നു. അവൾക്കൊരു ചെറിയ ശിക്ഷ പോലെ രമേശ് കൊടുത്തിട്ടില്ല. എന്താണ് അവരുടെ മനസ്സിലിരിപ്പെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും ഇത്. രണ്ടുപേരും വെറുതെ മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കണ്ട.